ട്രാക്കിലുള്ള മേൽപ്പാടം, 2ാം ട്രാക്കിലുള്ള നിരണം, 3ാം ട്രാക്കിലുള്ള നടുഭാഗം, 4ാം ട്രാക്കിലുള്ള തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇതാ ഫൈനൽ മത്സരത്തിന് തുടക്കമായിരിക്കുന്നു. മേൽപ്പാടം നിരണം നടുഭാഗം വിയ്യപുരം. ആരാണിത്? ഇതാണ് ഒരു ഉദാത്ത മത്സരം, ഉദാത്തമായൊരു ക്ലാസിക് ഫൈനൽ ഉണ്ടെങ്കിൽ ഇതാ ഈ സന്ധ്യാനേരത്ത് 5:55 ഈ സന്ധ്യാനേരത്ത് പുന്നമടയുടെ ഓളപ്പരപ്പുകളെ തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, ഈ കാണികളെ, പ്രേക്ഷകരെ, ഇതാ കുതിച്ചു പായുന്നു ചാട്ടുളി പോലെ 4 ട്രാക്കിലും 4 പേർ. മൂന്നാമത്തെ ട്രാക്കിൽ പോകുന്ന നിരണം നടുഭാഗമാണ് മുന്നിൽ. 3ാമത്തെ ട്രാക്കിലെ നടുഭാഗമാണ് മുന്നിൽ നിന്നാണ് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി പറയാം. ഇത് ആത്യന്തിക ഫൈനൽ. തീർച്ചയായും 4 മിനിറ്റ് 20 വന്ന നടുഭാഗം തന്നെ ലീഡ് ചെയ്യുന്നൊരു കാഴ്ച. എന്നാൽ പള്ളാത്തുരുത്തിക്ക് ഇത് മരണ പോരാട്ടമാണ്. 60 ദിവസങ്ങൾ കഠിന പരിശീലനത്തിൽ വന്ന പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടന്റെ ചിറകിലേറി ഈ നടുഭാഗത്തെ പിടിച്ചു കെട്ടുമോ, നിരണത്തെ പിടിച്ചു കെട്ടുമോ, അതോ ഈ 3 വള്ളങ്ങളെ പരാജയപ്പെടുത്തി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി ഏതാണ്ട് 35 വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ട്രോഫി 38 വർഷങ്ങൾക്ക് ശേഷം നേടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മേൽപ്പാടം. പള്ളാത്തുരുത്തി നമ്മുടെ ചെറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല. ചെറമുറിക്ക് മുമ്പുള്ള ആ തോടിന്റെ പകുതി ഭാഗത്തുള്ള ആദ്യത്തെ ബഫർ തോടിലേക്ക് വരുമ്പോൾ മേൽപ്പാടമാണോ മുന്നിൽ? ഇല്ല, നടുഭാഗത്തിന് ചുണ്ട് അല്പം മുമ്പിലേക്ക്. അയ്യപ്പദാസേ, ഉറപ്പായും ഇതാ നോക്കുക, ചാട്ടുളി പോലെ കുതിച്ചു പാഞ്ഞു തുടങ്ങിയ 4 ചുണ്ടൻ വള്ളങ്ങൾ. ആ ചുണ്ടൻ വള്ളങ്ങളിലേറിയ 100-ലേറെ വരുന്ന വിയ്യപുരം ഇതാ മുന്നോട്ട് പോകുന്നു എന്ന മനോഹര കാഴ്ച. ഇതാ മേൽപ്പാടമാണോ ഒന്നാമത്? മേൽപ്പാടമാണോ PBC പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടമാണോ, അതോ നിരണമാണോ, നടുഭാഗമാണോ, വിയ്യപുരമാണോ? സെക്കൻഡുകൾക്കകം നമുക്കറിയാം. അതാ നോക്കൂ, വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ച് കുഞ്ഞോളങ്ങളെ ആരംഭിടിപ്പിച്ച് ഒപ്പത്തിനൊപ്പം ഒരടിക്ക് 1.5 ഇല്ല, ഒപ്പത്തിനൊപ്പം. ഇതാ നോക്കൂ, അടുത്ത സെക്കൻഡുകളിൽ നമുക്കറിയാം ആരാണ് 2025 നെഹ്റു ട്രോഫി ചാമ്പ്യന്മാർ. തീർച്ചയായും മേൽപ്പാടത്തിന് പ്രസ്റ്റീജ് മത്സരമാണ്, നടുഭാഗത്തിന് പ്രസ്റ്റീജ് മത്സരമാണ്. പത്തനംതിട്ട ജില്ലക്കാരുടെ നിരണമേ ഒന്നുണരുക. ഈ 3 വള്ളങ്ങളെ പരാജയപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിലേക്ക് നിനക്ക് കൊണ്ടുപോകണ്ടേ? ചെറമുറിയിലേക്ക് വള്ളമെത്തുന്നു. അയ്യപ്പദാസേ, ഇനി 1.5 മിനിറ്റിനുള്ളിൽ ഈ മത്സരം അവസാനിക്കും. മേൽപ്പാടമാണോ പള്ളാത്തുരുത്തി? അലൻ അനേടൻ കോശി 3 വൈക്കലിന് ഹാട്രിക്, രാജു വടക്കത്തിന് ഹാട്രിക് തകർക്കപ്പെടുമോ? ഞാൻ ചോദിക്കട്ടെ, വിയ്യപുരമേ ആ കണക്കങ്ങ് തീർക്കാതെ മടങ്ങാനാകുമോ? ആ ഹൃദയത്തിലെ മുറിവങ്ങ് ഉണക്കാതെ മടങ്ങാനാകുമോ? വിയ്യപുരമേ, കുതിച്ചു വായു. നിങ്ങളുടെ കരങ്ങൾക്കുള്ളിൽ ഒരു കപ്പിത നിമിഷങ്ങൾക്കകം കിട്ടിയേക്കാം. അതുകൊണ്ട് വിയ്യപുരമേ, ചാമ്പ്യന്മാരാണ് നിങ്ങൾ. വിയ്യപുരമേ, നിങ്ങളും ഉണർന്നു മുന്നേറുക. നിരണം, മേൽപ്പാടം, നടുഭാഗം, വിയ്യപുരം. മേൽപ്പാടം തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച. 1-2 തുടപ്പാടിന് മേൽപ്പാടം കുതിക്കുന്നു. 2, 3, 4 ട്രാക്കുകളിലെ 3 വള്ളങ്ങളും നിരണവും നടുഭാഗവും വിയ്യപുരവും ഒപ്പമെത്താനെന്ന് ശ്രമിക്കുന്നുണ്ട്. തെങ്ങോലകൾ പോലും നിശ്ചലമായിരിക്കുന്നു, കാറ്റടിക്കുന്നില്ല. മേൽപ്പാടം ഇതാ ഇറങ്ങിക്കഴിഞ്ഞ് മേൽപ്പാടം 6ാമത് ട്രോഫിയിലേക്ക്, ഡബിൾ ഹാട്രിക്കിലേക്ക് പോകുന്നു. സുന്ദരമായ രീതിയിൽ മേൽപ്പാടം അല്പ ലീഡിൽ, നടുഭാഗം കൂടെയുണ്ട്. നിരണവും വിയ്യപുരവും ഒപ്പത്തിനൊപ്പമുണ്ട്. അയ്യപ്പദാസ, എന്താണ് ഈ മത്സരം? ഒന്നും പറയാൻ പറ്റില്ല. ഇതല്ലേ യഥാർത്ഥ ഫൈനൽ, ഇതല്ലേ ക്ലാസിക് ഫൈനൽ. ഉസൈൻ ബോൾട്ട് 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടിയെത്തുമ്പോൾ അതിശയകരം. ആരാണ് മുന്നിൽ? 4ാം ട്രാക്കിലെ വിയ്യപുരം. ഓ, എന്തൊരു മനോഹരമായ ഫൈനൽ. ഇതാ 4ാം ട്രാക്കിലെ വിയ്യപുരം കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് കണക്ക് തീർത്തുകൊണ്ട് പള്ളാത്തുരുത്തിയെ അടിച്ചു പറിക്കാൻ പോകുന്നു. ഇതാ ഇല്ല, പള്ളാത്തുരുത്തി ഒപ്പമെത്താൻ ശ്രമിക്കുന്നു. വിയ്യപുരം ശ്രമിക്കുന്നു. പള്ളാത്തുരുത്തി നിരടത്തേക്കാൾ 3-4 ആളുകൾ ഫിനിഷ് ടച്ചിലേക്ക് ശർമ്മ കൊടുക്കുന്നു. തുടരൂ. ഒന്നും പറയാൻ പറ്റില്ല. മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയ്യപുരവും. ഇതെന്തൊരു മത്സരം! എന്തൊരു അതിശയകരമായ മത്സരമാണിത്. വിയ്യപുരം ആ കണക്ക് തീർക്കുന്നു. 2020 മുതൽ പറഞ്ഞു വിയ്യപുരത്തിന് കണക്കുണ്ടെന്ന്. എത്ര കൃത്യമായ എന്ത് മനോഹരമാണ് ആ കനലേരിയുന്ന കനലിന്. നോക്കൂ, നമുക്ക് ഒരിക്കൽ കൂടെ റീപ്ലേയിൽ സ്ലോ മോഷനിൽ കാണാം. ഇതാ ചുട്ടുവെക്കുന്നു.
രണ്ടാം സ്ഥാനം വീയപുരം. നടുഭാഗത്തിനാണെന്ന് തോന്നുന്നത് അയ്യപ്പദാസേ. എന്റെ തോന്നലാണോ അത് അവര് പറയേണ്ടതാണ്. അപ്പോ അവർ കൃത്യമായിട്ട് പറയും. 2023 ചാമ്പ്യന്മാർ വീയപുരം, 2024 കപ്പിനും ചുണ്ടിനും ഇടയിൽ. അപ്പൊ യഥാർത്ഥ താരങ്ങളിൽ ഒന്ന് വീയപുരം തന്നെ. യഥാർത്ഥ താരം വീയപുരം. 0.005 നഷ്ടപ്പെട്ട കപ്പിത ഒരു വർഷം ഇപ്പുറം സ്വന്തം നാട്ടിലേക്ക് വീയപുരം ചുണ്ടൻ. തീർച്ചയായും നമുക്ക് റീപ്ലേ ഒരിക്കൽ കൂടി ഒന്നാം തുഴക്കാരൻ അരുൺകുമാർ വെള്ളകുളകര തുഴയുന്ന ദൃശ്യമാണ് നമുക്ക് നോക്കാൻ. 4ാം ട്രാക്കിലെ BBC കൈനകരുടെ ആ ദൃശ്യം പുറകോട്ട് പോയിട്ട് വീണ്ടും വരുമ്പോൾ പ്രിയപ്പെട്ട വള്ളങ്ങൾ പ്രേമികളെ നമുക്ക് കാണാം. ഇപ്പോൾ മേൽപ്പാടത്തിന് ചുണ്ടാണ് മുന്നിലെങ്കിൽ ഈ റീപ്ലേ വന്ന് അവസാനിക്കുമ്പോൾ മേൽപ്പാടത്തിന്റെ ചുണ്ടിനേക്കാൾ മുന്നേ വീയപുരത്തിന് ചുണ്ട്. ഇനി മേൽപ്പാടത്തിന്റെ ചുണ്ടിനേക്കാൾ മുമ്പേ നടുഭാഗം റണ്ണറപ്പായോ എന്നൊരു സംശയം എനിക്കുണ്ട്.